താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KO ജോണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് മെമ്പർ അമൃത സജീൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി പീറ്റർ, വാർഡ് മെമ്പർമാരായ രാജേഷ് MK, സുൽഫിക്കർ EH, ഷിബു TP, അബ്ദുൾ ഫാസിൽ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഈ യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആരോഗ്യവും മനസ്സും ഒരേപോലെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജീവിതം ഒന്നും പിടിക്കണോട്ടെ, കാരണം മരണം നമ്മുടെ മുന്നിലുണ്ടെന്ന് പറയുമ്പോൾ ആരായാലും പേടിക്കാത്ത ആൾക്കാരില്ല. അപ്പൊ ഹെൽത്ത് ദൈവം നമ്മളൊരു വരദാനാണ്. ദൈവം എല്ലാ കഴിവുകളും അല്ലെങ്കിൽ ശരീരത്തിലെ യാതൊരുവിധ കുറവുകളും വരുത്താതെ എല്ലാ കഴിവുകളും തന്നപ്പോൾ അത് പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതൊരു യോഗ ദിനത്തിൽ മാത്രം ഒതുക്കാതെ ജീവിതത്തിൽ നിത്യമായിട്ട് നിങ്ങളത് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന പ്രാദേശിക യോഗ ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച ആകർഷകമായ യോഗ ഡാൻസ് ശ്രദ്ധേയമായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുധാര AR, യോഗ ട്രെയിനർ S രാജി, നിരവധി ജനങ്ങളും മറ്റ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതത്തിൽ നിന്നും രൂപപ്പെട്ട ഈ ഒരു യോഗ ആണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുന്നത്. നമ്മുടെ പതഞ്ജലി മഹർഷി ഇത് ആവിഷ്കരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്തിക്കായിരുന്നു അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ഈ വർദ്ധിച്ച ജീവിത സാഹചര്യങ്ങളെ കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും യോഗ വളരെ അത്യാവശ്യമാണ്. ഈ യോഗ ക്ലാസ് കൊണ്ട് ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ ജനങ്ങൾക്കും പ്രയോജനം ലഭിക്കണം. നമ്മുടെ ഒക്കൽ പഞ്ചായത്ത് 11ാം വാർഡിൽ യോഗ സെൻറ്ററിൽ നടക്കുകയുണ്ടായി. വളരെ മനോഹരമായിട്ട് ആ ചടങ്ങ് നിർവഹിക്കാൻ സാധിച്ചു. ഒത്തിരി പേരാണ് അതിനകത്ത് പങ്കെടുത്തത്. അതുപോലെ തന്നെ നമുക്കിന്ന് നേരിടുന്ന മാനസിക വെല്ലുവിളികളും അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഒരു പരിധിവരെ ചേർത്ത് നിൽക്കാൻ ഇത് സഹായകമാകും. യോഗ നമ്മുടെ എല്ലാവരുടെയും ശരീരവും മാനസികവുമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് യോഗാചരണം നടത്തിയത്. എല്ലാവരും വളരെ ഗംഭീരമായതിൽ പങ്കെടുക്കുകയുണ്ടായി. ആരോഗ്യകരമായ ഒരു വാർദ്ധക്യം, അതാണ് ഈ വർഷത്തെ യോഗാദിന സന്ദേശം. യോഗയിലൂടെ ആരോഗ്യത്തെ നിലനിർത്തുക എന്നത് യോഗ പരിശീലിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ടാണ് എല്ലാവരും എത്താറുള്ളത്. ജീവിതശൈലി രോഗങ്ങളിലാണ് നമ്മുടെ ഷുഗർ, തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ. സത്യത്തിൽ മനോജന്യ രോഗങ്ങളാണിവ. എന്നാൽ ഇത് ജീവിത സാഹചര്യം മാറിയെങ്കിലേ ശൈലി മാറുകയുള്ളൂ. ഇതിനെ ജീവിതശൈലി രോഗം നല്ല ജീവിത സാഹചര്യ രോഗങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അതുകൂടാതെ ആൾക്കാർ കൂടുതലെത്തുന്നത് നടുവേദന, ഫ്രോസൺ ഷോൾഡർ ഇതുപോലെയുള്ള അസുഖങ്ങളുമായിട്ടാണ്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഡിപ്രഷനും മരുന്ന് കഴിക്കാനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം. ഇതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യോഗയൊന്ന് ശീലിച്ചു തുടങ്ങണം. സൂര്യനമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ അതുപോലെ മാനസികമായ ഒരുപാട് അസുഖങ്ങളെ മാറ്റിക്കളയാൻ സാധ്യമാണ്.